ഹായ് ഫ്രണ്ട്സ്, നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ, നഴ്സിംഗ് കോഴ്സസ് BSc നഴ്സിംഗ് അതുപോലെ ജനറൽ നഴ്സിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവുമെന്നറിയാം. LBS ഓൾറെഡി ആപ്ലിക്കേഷൻ വിളിച്ചു. കർണാടകയുടെ എൻട്രൻസ് നടന്നത് കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. എന്തായാലും കേരളത്തിലെ നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ചർച്ചകളും ചില വിവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് അസോസിയേഷനുമായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ വർഷവും അതുണ്ട്. അതൊന്നും ആപ്ലിക്കേഷനെ ബാധിക്കില്ല, അഡ്മിഷനെ ബാധിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് മാനേജ്മെൻറ്റുമായി നാളെ വീണ്ടും മന്ത്രി ചർച്ച നടത്തുകയാണ്. സ്വാശ്രയ കോളേജുകളിലെ BSc നഴ്സിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുമായി മന്ത്രി വീണ ജോർജ് ബുധനാഴ്ച ചർച്ച നടത്തും. നേരത്തെ ആരോഗ്യ സെക്രട്ടറിയുമായി അസോസിയേഷൻ പ്രതിനിധികൾ ചർച്ച നടത്തിയെങ്കിലും അതൊരു തീരുമാനത്തിലെത്തിയില്ല. കോളേജുകൾക്ക് നഴ്സിംഗ് കൗൺസിൽ, ആരോഗ്യ സർവകലാശാല എന്നിവയുടെ അഫിലിയേഷൻ ലഭിക്കാൻ നടപടി വേണമെന്നാണ് മാനേജ്മെൻറ്റുകളുടെ ആവശ്യം. നഴ്സിംഗ് കൗൺസിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ കൗൺസിൽ കോളേജുകളിൽ നേരിട്ട് പരിശോധന നടത്തിയിട്ടില്ല. കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, അധ്യാപകരുടെ എണ്ണം, പ്രായോഗിക പരിചയം നേടുന്നതിനുള്ള സംവിധാനം തുടങ്ങിയവ പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് കൗൺസിലും സർവകലാശാലയും കോളേജുകൾക്ക് പ്രവേശനാനുമതി നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരും. എന്തായാലും നാളെ ചർച്ച നടക്കുന്നുണ്ട്. അഡ്മിഷൻ ഇത് ബാധിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുക. അതൊക്കെ കൃത്യസമയത്ത് നടക്കും. എങ്കിലും നഴ്സിംഗിൻ്റെ ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഏറെ ലേറ്റാവും. എങ്കിലും നമ്മൾ സംയമത്തോടെ കാത്തിരിക്കുക. അതിനിടയിൽ നമുക്ക് ഷോർട്ട് കോഴ്സസ് വേണമെങ്കിൽ ചെയ്യാം. നഴ്സിംഗ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എപ്പോഴും LBSൻ്റെ വെബ്സൈറ്റ് കേരളത്തിൽ സെർച്ച് ചെയ്യുക. കർണാടകയിൽ വേറെ ആപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.